ജനം ടി വിയിൽ വന്നിരുന്നിട്ട് ഒരു വലിയ നുണ പ്രചരിപ്പിച്ചിട്ട് ആ നുണ തെറ്റാണെന്ന് മനസ്സിലായപ്പം അത് തിരുത്തുന്ന ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് ശ്യാം ബാബു കൊറോത്ത്. ഇന്നലെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തത് നമ്മൾ നല്ല തെറി വിളിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ആ പറഞ്ഞ ഒരു സംഭവം ഇതായിരുന്നു. അതായത് ഇന്നലെ കാസർഗോഡ് നാരായണേട്ടൻ്റെ മരണത്തിന് ശേഷം സേവാഭാരതിയുടെ സഫ എന്ന് പറഞ്ഞ ആംബുലൻസ്, അതൊരു നല്ല പുളിങ്ങും ആംബുലൻസിൽ സേവാഭാരതിയുടെ പ്രവർത്തകർ പണം കൊടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു ഭൗതിക ശരീരം തിരിച്ച് കാസർഗോഡ് എത്തിച്ച് അവർ ശവസംസ്കാര ചടങ്ങുകളൊക്കെ ചെയ്തു. അതിനുള്ള ക്രെഡിറ്റ് മുസ്ലിം ലീഗ് എടുക്കുന്നു, അല്ലെങ്കിൽ ആ ഇർഫാന ഇക്ബാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എടുക്കുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും. ആ പണ്ടാറക്കാരിയുടെ ഗുണ്ടായുസങ്ങൾക്ക് ദൈവം ശിക്ഷ നൽകണം. ഈ വാർത്ത ഒന്നും രണ്ടും അല്ല, 8-9 സ്ഥലങ്ങളിൽ ഇന്നലെ ഒരു ദിവസം മാത്രം ജനം ടി വി തിരിച്ചും മറച്ചു വിട്ടു. അതിൽ അവരുടെ ഒരു ഡിബേറ്റ് പോലത്തെ ഒരു പരിപാടിയിൽ വന്നിരുന്ന് ഈ ശ്യാം ബാബു കൊറോത്ത് അടക്കമുള്ള സകല സംഘ മിത്രങ്ങളും കൂടെ ഇരുന്നിട്ടുള്ള ചർച്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഞാൻ എന്താണ് ചെയ്യുക, കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്നുരുളുക. ചിതയൊരുക്കിയതും ഇതിന്റെ പൂർണ്ണ ചെലവും വഹിച്ചത് ഈ മുസ്ലിം ലീഗിന്റെ നേതാവ് ഇർഫാനെയാണ് എന്ന രീതിയിലുള്ള ചില വാർത്തകളും വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു നെറേറ്റീവിന്റെ ഭാഗമാണോ, ഇതൊരു PR വർക്കിന്റെ ഭാഗമാണോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും എനിക്കുമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ റൈറ്റ് സൈഡിൽ അങ്ങനെ ഒരു പരാമർശം എന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായിട്ടും ആ ആംബുലൻസ് അത് സേവാഭാരതിയുടെ ആണെന്ന്, സ്വാഭാവികമായിട്ടും നമ്മൾ റിപ്പോർട്ടിനാണല്ലോ കാണുന്നത്, സേവാഭാരതിയുടേതാണ് എന്ന രീതിയിലും എനിക്ക് പറയേണ്ടി വന്നു. ആലങ്കാരികമായിട്ട് പറഞ്ഞതാ. അപ്പൊ 2 പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണകളാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. ഒന്ന്, ഇദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊണ്ടുവന്ന ആംബുലൻസ് സേവാഭാരതിയുടേതല്ല. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. സ്വാഭാവികമായിട്ടും അതിൽ വലിയ രീതിയിൽ തന്നെ ഞാൻ ഹൃദയപൂർവ്വം ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എന്റെ നന്ദി തീർച്ചയായും പറയുകയാണ്. കാരണം തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. അപ്പൊ കേട്ടല്ലോ, ഇതായിരുന്നു നമ്മുടെ ശ്യാമിന്റെ മാപ്പൊന്നല്ല, ശ്യാം നന്ദി പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ തന്നെ തിരുത്തിയതിനുള്ള നന്ദിയാണ് ശ്യാം പറഞ്ഞിട്ടുള്ളത്. ഹലോ നമസ്കാരം ഉസ്താദേ. നമസ്കാരം. ആരാ മോനെ? ഞാനിപ്പോ നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന ആളാ. ജനം ടി വിയിലെ ശ്യാമായിരുന്നേ. അയ്യോ ശ്യാമേ, മുത്തേ ഒന്ന് വിചാരിക്കരുത് മുത്തേ. നീ എന്നെ ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറന്നിട്ട് അക്ഷരമിണ്ടില്ല. ഇല്ല. അല്ല, എനിവേ താങ്ക് യു സോ മച്ച്. ഞാനൊരു നന്ദി പറയാൻ വിളിച്ചതാണ്. അല്ല, ആ ഒരു പോയിന്റ് സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അത് അന്വേഷിക്കുകയും അതിന്റെ സത്യാവസ്ഥ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. സോറി, ഞാൻ ഒരു കുഴപ്പമില്ല. അയ്യോ ഒരു കുഴപ്പമില്ല. കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ നമുക്കും തിരുത്തപ്പെടാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അതെ ക്ഷമത്തിനെ ഒരു കാര്യം പറയട്ടെ. അനിൽ നമ്പ്യാരെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ സംസാരിച്ച കാര്യം ഞാനിവിടെ കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല. എന്നാലേ അനിൽ നമ്പ്യാരോട് സംസാരിച്ചപ്പോഴേ അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങൾ കേട്ടപ്പോഴേക്കും അത്ഭുതം വന്നു. ഉയർന്നില്ല, ഇവരൊക്കെ നിങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി സംസാരിക്കുന്നതിന് അപ്പുറത്തേക്കോ സ്നേഹത്തിന്റെ ഒരു മഹാലോകം നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ നിങ്ങൾ ഈ പറയുന്ന വർത്താനം കേൾക്കുമ്പോഴേ നിങ്ങളൊക്കെ വളരെ മോശം മനുഷ്യരാണെന്ന് വിചാരിക്കും. പക്ഷെ അപ്പുറത്തേക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ അനിൽ നമ്പ്യാരുടെ വർത്താനം 4 മിനിറ്റ് സംസാരിക്കാൻ അന്തം വിട്ടു. കള്ളന്മാരിൽ ഇത്രയും തങ്കപ്പെട്ട കള്ളനെ ഞാൻ ആദ്യമായിട്ട് കാണും.